നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു മനുഷ്യ സ്ത്രീയാണോ നിന്റെ കുഞ്ഞേച്ചി? വിഷ്ണു, നീ പറയും നിന്റെ ജീവിതത്തിലെ ഏക പെണ്ണ് ശാലിനിയാണെന്ന്. അത് നിന്റെ നല്ല മനസ്സ്. എടാ, ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരണ്ടല്ലോ എന്നുള്ള നിന്റെ വിചാരം. പക്ഷേ ആ വിചാരം അവൾക്കില്ലെങ്കിലോ? ഒരു പെൺകുട്ടിക്ക് അവളുടെ ഭർത്താവിനോട് ആത്മാർത്ഥമായ ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ അയാള് എവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നറിയാതെ 6 വർഷമെന്നല്ല 6 സെക്കൻഡ് പോലും സമാധാനമായിട്ടിരിക്കാൻ അവൾക്ക് പറ്റില്ല. എടാ, നിന്നെ അവള് മറന്നു. മോനെ, ആദ്യം നീ അത് ഉൾക്കൊള്ളു. എടാ മോനെ, നീ അതങ്ങ് മറന്നു കളാ. എടാ, നിന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകുന്നത് കാണുന്നത് കൊണ്ടുള്ള സങ്കടം കൊണ്ടാ. എടാ, നീ ഈ കല്യാണത്തിന് സമ്മതിക്കേ മോനെ. നല്ല കുട്ടിയാ മഞ്ജരി. മോനെ, നീ ആ ഫോട്ടോ ഒന്ന് എടുത്തു നോക്ക്. ഒന്ന് നോക്കടാ. എടാ, സത്യഭാമയുടെ മകൻ വിഷ്ണുവിനും വാക്കൊന്നേ ഉള്ളൂ. ശാലിനി മാത്രമായിരിക്കും എന്റെ ജീവിതത്തിലുള്ള പെണ്ണ്. വേറൊരു അപ്സരസിനും വിഷ്ണുവിന്റെ മനസ്സിൽ സ്ഥാനമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എത്തേണ്ട ആള് കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. അകത്തെ ഒരു ഭൂകമ്പം കഴിഞ്ഞിരിക്കുവോ? അച്ഛനും മോളും കൂടി മോനെ വിശ്വസിപ്പിക്കാൻ എന്തെങ്കിലും കഥകളൊക്കെ പറയും. പക്ഷേ അതൊന്നും തൊണ്ട തൊടാണ്ട് വിഴുങ്ങണ്ട. ഈ അമ്മായി മോന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നേ. എന്തു പറ്റി? இனி காரியங்களை நீ ஏக்கல அம்மாயி. ஆமா, മോനെ, എന്തുപറ്റി?
എന്തിനാ നിത്യ കരയുന്നത്? മോള് ട്യൂഷൻ എടുക്കാൻ ഒരു വീട്ടിൽ പോകുന്നുണ്ടല്ലോ, അവിടെ ഒരു അബദ്ധം സംഭവിച്ചു. എല്ലാവരും നല്ല മനുഷ്യരാണെന്നാ എന്റെ മോള് കരുതുന്നേ. പക്ഷെ ആ ദ്രോഹി. അളിയ, നിത്യേച്ചിയുടെ ഭാഗത്തൊന്നും തെറ്റൊന്നും ഉണ്ടായിട്ടില്ല. നിത്യ ജോലിക്ക് പോകുന്നെന്ന് പറഞ്ഞപ്പോ അതിന്റെ ആവശ്യമുണ്ടോന്ന് ഞാൻ ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ടോ? അത് സ്ത്രീകൾ അടച്ചുപൂട്ടി വീട്ടിലിരിക്കണം എന്നുള്ള ചിന്ത കൊണ്ടല്ല, ഇത്തരം കാര്യങ്ങളെ പേടിച്ചിട്ട് തന്നെ. വിഷമിക്കണ്ട, ഒന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനാ വന്നത്. മോനെ, നിത്യനെ കാത്തുരക്ഷിക്കേണ്ടത് ഞാനല്ലേ. ഞാനൊരു വീഴ്ചയും വരുത്തില്ല. സംഭവിച്ച കാര്യങ്ങൾ അച്ഛനും ചെറിയച്ഛനും പറഞ്ഞു. പക്ഷെ അതിന് താനെന്തിനെങ്ങനെ കരഞ്ഞു തളരുന്ന്? തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ എന്നോട് വാതോരതെ സംസാരിച്ച ആളല്ലേ. ആ തൊഴിലാ എന്നെ ചതിച്ചത്. അത് കാര്യാക്കണ്ട. ആളുകൾ പല തരക്കാരുണ്ട്. എല്ലാവരെയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കിടയിലുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനിന്ന് സ്ഥലം സിയോട് സംസാരിച്ചു. അദ്ദേഹം ഇക്കയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദുരൂഹതകൾ പറഞ്ഞു. ആ ട്രാവലർ മോഷണം പോയതായതുകൊണ്ട് ഓണറെ സംശയിച്ചിട്ട് കാര്യമില്ല. ആ വണ്ടി ഓടിച്ച ആളെ CCTV മുഴുവൻ പരിശോധിച്ചിട്ടും കാണാനും ആയില്ല. ഒരു സാധാരണ ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ മോഷ്ടിച്ച വണ്ടി ഉപേക്ഷിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ. അതും മറ്റൊരു സ്ഥലത്ത് നിന്നാ കിട്ടിയത്. ആളൊഴിഞ്ഞ സ്ഥലം, മനഃപൂർവ്വമായി വന്നിടിച്ച ട്രാവലർ. ഇതൊക്കെയാണ് CI പറയുന്ന സംശയങ്ങൾ. അതാരോടിച്ചു എന്നറിഞ്ഞാലേ പോലീസിന് ഇനി എന്തെങ്കിലും ചെയ്യാനാവുന്ന അദ്ദേഹം പറഞ്ഞത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഇത് സാധാരണ നടക്കുന്നൊരു ആക്സിഡന്റ് മാത്രമാണ്. എനിക്കങ്ങനെയല്ലല്ലോ. എനിക്ക് ചില സംശയങ്ങളുണ്ട്. അത് വഴിയെ ഞാൻ അർച്ചനോട് പറയാം. സാധാരണ അപകടമായി പോലീസ് ക്ലോസ് ചെയ്യാൻ പോകുന്ന എന്റെ ഇക്കയുടെ കേസിന്റെ സത്യാവസ്ഥ എനിക്കറിയണമെന്നുണ്ട്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഇക്ക എന്നെ വിളിച്ചിരുന്നു എന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അന്നെന്തോ വലിയ രഹസ്യം കണ്ടുപിടിച്ച രീതിയിലാ ഇക്ക എന്നോട് സംസാരിച്ചത്. അത് പറയേണ്ടടുത്ത് പറഞ്ഞിട്ടേ വരുവുള്ളൂ എന്നും എന്നോട് പറഞ്ഞു. അതെന്താണെന്ന് അറിഞ്ഞാലേ ഇതൊരു കൊലപാതകമാണെങ്കിൽ അതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഡോക്ടർക്ക് സംശയം അവന്തികടുത്തിയാണോ? അതെ, അവന്തികയുടെ നമുക്കറിയാത്ത എന്തോ രഹസ്യം ഇക്ക അറിഞ്ഞു കാണും. അത് പറയാനാവും ഇക്ക ശ്രമിച്ചതും. അവന്തികടത്തെ കുറിച്ചാണെങ്കിൽ മറ്റാരോട് പറയുന്നതിന് മുന്നേ നമ്മളോടല്ലേ പറയൂ? അന്ന് രാത്രി എന്നെയും വിളിച്ചിരുന്നു. പക്ഷേ എന്നോട് അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അത് അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അത് എന്നോട് പറഞ്ഞേനെ. ഡോക്ടറുടെ സംശയം ഞാൻ പറഞ്ഞു മാറ്റുമല്ല, സാധ്യതകളാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള സാധ്യതകൾ തന്നെയാ എന്റെ സംശയങ്ങളും. ആ സംശയങ്ങളെല്ലാം എനിക്ക് മാറ്റണം. അതല്ല ദുരൂഹത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അറിയണം. ഇതെല്ലാം അർച്ചനെ കൂടി അറിയിക്കാനും സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാൻ എന്റെ കൂടെ നിൽക്കണമെന്നും പറയാനാ
ഞാൻ കാണണമെന്ന് പറഞ്ഞത്. ഡോക്ടർ ഖാദറ എനിക്ക് എന്റെ സഹോദര തുല്യനായിരുന്നു, എന്റെ അനൂപേണ്ണെ പോലെ തന്നെ. അങ്ങനെ ഒരാൾക്ക് എന്താ പറ്റിയെന്ന് എനിക്കും അറിയണം. അതിലെല്ലാം ഉപരി എന്റെ എല്ലാ കാര്യത്തിനും എന്റെ കൂടെ നിന്ന് സഹായിച്ച ആളാ ഡോക്ടർ. നന്ദേട്ടനെ കൊണ്ടുവന്നതുൾപ്പെടെ. ഇപ്പോ നെല്ലിശ്ശേരിയിലുള്ള സന്തോഷത്തിന്റെ ഒരു പങ്ക് ഡോക്ടർ കൂടി അവകാശപ്പെട്ടതാ. അതുകൊണ്ട് എന്ത് സഹായത്തിനും ഏത് കാര്യത്തിനും വിളിച്ചാലും വെളിപ്പുറത്ത് അർച്ചന ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, അമ്മേ, ആ ടോർച്ച് ഓൺ ചെയ്യ്. എന്താ അമ്മ ഓൺ ചെയ്. ഒന്നും അറിയത്തില്ല. ഇവിടെ അടിച്ചേ. അങ്ങോട്ട് പോകാം. ആ ഗുരുവമ്മയുടെ ശിഷ്യ പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമോ? അതെന്താ അമ്മയ്ക്കിപ്പോ അങ്ങനൊരു തോന്നല്? അല്ല, കുറെ നാളായല്ലോ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ട് അവിടെ എവിടെയും കൊണ്ടുപോയി കുഴിച്ചിടുകയും കെട്ടുകയൊക്കെ ചെയ്യുന്നു. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അമ്മ വിശ്വാസം കൈവിടരുത്. ഈ വഴിയും കാടും ഒക്കെ കണ്ടില്ലേ? എനിക്ക് കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇതൊക്കെ കാണാതിരിക്കാൻ. ഇതൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് എന്തു തോന്നുന്നു? നല്ല പേടി തോന്നുന്നു. ഈ കാടിനുള്ളിൽ ഇങ്ങനെ ഒരു മരം ഉണ്ടെന്നും അവിടേക്ക് പോകാനുള്ള വഴി ഇത്ര റിസ്ക് ആണെന്നും ഒക്കെ അവര് വെറുതെ പറഞ്ഞതൊന്നും ആയിരിക്കില്ല. അവർക്ക് ഇതിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടാവും. അതുകൊണ്ട് അമ്മ വിശ്വാസം കൈവിടരുത്. മനസ്സിലായോ? മനസ്സിലായി. എന്നാ വാ മോളെ. ഇവിടൊക്കെ പാമ്പുണ്ടാവോ എന്തോ? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കരുത്. വന്നേ അമ്മ ഇങ്ങോട്ട്. വന്നേ. എന്റെ ശ്രീ മഹേശ്വര, ഞാൻ എത്ര നേരം ഗൗരി ചേച്ചിയെ വിളിക്കുന്നു. ചേച്ചി എന്താ വരാത്തെ? ഗൗരി ചേച്ചി, ഗൗരി ചേച്ചി. ഗൗരി ചേച്ചി, ഗൗരി ചേച്ചി. ഗൗരി ചേച്ചി. എന്റെ ശ്രീ മഹേശ്വര, ഗൗരി ചേച്ചി എന്താ വരാത്തത്? എനിക്ക് പേടിയാവുന്നു. അമ്മ, എവിടെയാ ഇത്? ഗൗരി ചേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
മനസ്സിലാണല്ലോ. അയ്യോ എന്നെ കൈയൊടിഞ്ഞേ, അയ്യോ എന്നെ കൈയൊടിഞ്ഞേ, അയ്യോ അമ്മേ, ഓടി വരണേ, എന്റെ കൈ മുറിഞ്ഞേ, അയ്യോ ഓടി വരണേ, ഒരുപാട് ചോര പോയേ, ഓടി വായോ. ഓടി വരണേ, എന്റെ കൈ മുറിഞ്ഞേ. അയ്യോ, മാളു, മാളു, മോളെ. അയ്യോ, മാളൂരെ കാണുന്നില്ലല്ലോ. എന്റെ കുഞ്ഞെവിടെ പോയി? മോളെ, മോളെ. ഗോകുലെ, മാളൂരെ കാണുന്നില്ല. അതെ, അവളെവിടെ പോയെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. മുറിയിൽ ബഹളം കേട്ടാ ഞാൻ ചെന്ന് നോക്കിയത്. മുറിയിലൊന്നും അവളെ കാണുന്നില്ല. നീ വേഗം വാ, എനിക്ക് ആകെ ടെൻഷനാവുന്നു. മാളു, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയാണെന്ന് ശാസ്ത്രികൾ ആവർത്തിച്ചു പറഞ്ഞപ്പോ എനിക്ക് അഴിച്ചു മാറ്റാൻ പറ്റാതായത്. ഇനി എന്റെ കഴുത്തിൽ ഈ താലി ഉണ്ടാവില്ലല്ലോ ചേച്ചി. മറ്റൊരാൾ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവല്ലേ? എന്താ അപ്പ സഞ്ജുവിന്റെ ജീവന് ഭീഷണി ഉണ്ടാവില്ലേ? ഞാൻ നാട്ടിൻപുറത്തേന്ന് വന്ന ഒരു സാധാരണ പെണ്ണല്ലേ ചേച്ചി. പറഞ്ഞതും കേട്ടതും അന്ധവിശ്വാസമാണോ എന്നൊന്നും എനിക്കറിയില്ല ചേച്ചി. എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ച മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ഈ താലിക്ക് കഴിയുമെങ്കിൽ ഞാനത് അനുസരിക്കണമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. അതല്ലാതെ ഒരു ഭാര്യയുടെ മനസ്സുമായി ഞാൻ ഒരിക്കലും ജീവിച്ചിട്ടില്ല. ഏത് ദൈവത്തിന്റെ മുന്നിലും സത്യം ചെയ്യാൻ ഞാൻ തയ്യാറാ ചേച്ചി. നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊരു വേദന മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ഒന്ന് ആലോചിച്ചു നോക്ക്. സത്യം അറിയുന്ന 2 പേർക്കിടയിൽ ഒരു പമ്പര വെട്ടിയെ പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥ. നിന്റെ ഭർത്താവിനെ കണ്ടെത്തി നിങ്ങളെ ഒന്നിപ്പിക്കാൻ ഞാൻ എന്തുമാത്രം ശ്രമിച്ചു, എവിടെയെല്ലാം ഓടി നടന്നു.
അപ്പോഴൊക്കെ എന്റെ മുന്നിൽ സഞ്ജു ഉണ്ടായിരുന്നു, നീയും ഉണ്ടായിരുന്നു. ഞാനൊരു കോമാളി വേഷക്കാരിയായി. നിനക്കത് പറയാൻ കഴിയില്ലെന്ന് കരുതാം. നിന്റെ ഭാഗത്തുനിന്ന് നോക്കിയാ അത് ശരിയോ? പക്ഷെ എനിക്കുമല്ലേ അമ്മ ഒരു ഭാഗം. നിന്നെ സഞ്ജുവിനെ ഞാൻ എന്റെ ജീവനെ പോലെ സ്നേഹിച്ചു. എനിക്കൊരു ജീവിതം കിട്ടിയാ പോരാ, എന്റെ അനിയത്തിക്ക് അതുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ ഓട്ടത്തിനിടയില എനിക്കെന്റെ കാലുകൾ നഷ്ടമായത്. നിന്റെ ഭർത്താവിന്റെ പിന്നാലെ ഞാൻ പോകാതിരുന്നെങ്കിൽ നീണ്ട കാലം എനിക്ക് ബെഡിലിരുന്ന് നിരങ്ങേണ്ടി വരില്ലായിരുന്നു. നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പോ താലി കെട്ടി എന്റെ മുമ്പിൽ കൊണ്ടുവരുവോ സഞ്ജു ചെയ്തെങ്കിൽ ഞാനത് അംഗീകരിക്കുമായിരുന്നു. നിന്റെ ഗതികേട് ഞാൻ സമ്മതിക്കുന്നു. നിന്നെ ജീവിതത്തിലേക്ക് കൂട്ടിയത് സഞ്ജു അല്ല, ഞാന്. നിനക്കതിൽ ഒരു പങ്കുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഒരു പരിധി കടന്ന് കുറ്റപ്പെടുത്താനും ആവില്ല. പക്ഷെ സഞ്ജു ചെയ്തത് ചതി തന്നെയാ. ഒരു ഭർത്താവും ഭാര്യയോട് ചെയ്യാൻ പാടില്ലാത്ത ചതി. ഞാനത് മനസ്സിൽ അമർത്തി വെക്കുന്നത് എന്റെ ഉദരത്തിൽ ജന്മം എടുത്ത കുഞ്ഞിനെ ഓർത്ത. പക്ഷെ ഒരു നീറ്റലായി എന്നും അതെന്റെ മനസ്സിലുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പറയാതിരുന്നത് വലിയ തെറ്റ് തന്നെയാ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ മനസ്സിൽ നിന്ന് പുറത്തു നിർത്തി നീ എന്നെ അവഗണിക്കരുത് സ്വാതി. നമുക്കൊരു കുഞ്ഞു പിറക്കാൻ പോവാ. മനസ്സ് വിഷമിക്കാതെ കഴിച്ചു കൂട്ടേണ്ട സമയം ഇത്. സ്വാതി, അതൊന്ന് മനസ്സിലാക്ക്. അത് മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. ഈ വരവ് എനിക്ക് വേണ്ടിയല്ല, എന്റെ കുഞ്ഞിന് വേണ്ടിയാ. ഒരു പെണ്ണ് ഒറ്റപ്പെട്ടു പോകുന്നതും അവള് നിസ്സഹായാവുന്നതും എപ്പോഴാണെന്നുള്ള പാഠം അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചു. ഭർത്താവിനാൽ ചതിക്കപ്പെട്ടവൾ ഗർഭിണിയായി തീരുമ്പോ വീട്ടുകാര് പോലും അവൾക്കൊപ്പം ഉണ്ടാവില്ല. എല്ലാം കുഞ്ഞിന് വേണ്ടി എന്നുള്ള വിധിയെഴുത്താവും. സ്വന്തമായി ഒരു നിലപാടെടുക്കാൻ പോലും അവൾക്ക് കഴിയില്ല. പെണ്ണടിയറവ് പറയുന്നത് ആ നിമിഷത്തിലാ. എനിക്ക് ഈ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നതും അത് കാരണം തന്നെയാ. എന്ത് പ്രായശ്ചിത്വം ഞാൻ ചെയ്യാം? എനിക്ക് നിന്നെ നഷ്ടപ്പെടുമെന്നുള്ള സ്വാർത്ഥത കൊണ്ട് എല്ലാം ഞാൻ മനസ്സിലടക്കി വെച്ചുപോയി. അമ്മവും നീയും തമ്മിലുള്ള സ്നേഹബന്ധം എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. അമ്മുവിന് വേണ്ടി എന്നെയും നിന്റെ വീട്ടുകാരെയും വരെ നീ തള്ളിപ്പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞ അമ്മുവും സഞ്ജുവും ഒന്നിച്ച് ജീവിക്കട്ടെ എന്നൊരു തീരുമാനം നീ എടുക്കുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക്. നീ എന്നോട് ക്ഷമിക്ക്. ഞാനൊരു പച്ചയായ മനുഷ്യനായി പോയില്ലേ?
നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം സഞ്ജു. അച്ഛൻ 2 സ്ത്രീകളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന കഥ എന്റെ കുഞ്ഞ് ഒരു കാലത്തും അറിയരുതെന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അമ്മയ്ക്ക് എന്ത് വിലയാ ഉണ്ടായതെന്ന് എന്റെ കുഞ്ഞ് എന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഒരിക്കലും ഇവിടെ വരരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ കാഴ്ച ഇപ്പൊ എന്തിനാ എനിക്ക് കാണിച്ചു തന്നത്? അമ്മ, എനിക്കിതിനുള്ള ഉത്തരം തരണേ. ഉദയനൂരമ്മ, വിശാൽ സാർ ഇപ്പോ അസുഖമൊക്കെ മാറി പൂർണ്ണ ആരോഗ്യവാനായി. പ്രയാസങ്ങൾ ഒന്നും തന്നെയില്ല. അതിൽ ഞാൻ സന്തോഷവതിയാണ്. അപകടത്തിൽ നിന്നും സാറിനെ കാത്തു രക്ഷിച്ചതിൽ കോടി കോടി നന്ദി. ഇനി ഒരാപത്തും വിശാൽ സാറിന് വരുത്തല്ലേ. പാർവതി, ജയ, പാർവതി, നിനക്കൊരു മുന്നറിയിപ്പ് നൽകാനാ ഞാൻ വന്നത്. മുന്നറിയിപ്പോ? നിന്റെ സന്തോഷകരമായ ജീവിതത്തിന് അറുതി വരാൻ പോകുന്നു. ജയ, ഈ വീട്ടിലേക്ക് ഒരു അതിഥി വരാൻ പോകുന്നു. അതൊരു ചീത്ത സ്ത്രീയാ. അവര് നിന്റെ എല്ലാ പ്രവൃത്തികൾക്കും തടസ്സം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവളെ നീ സൂക്ഷിക്കണം, കരുതിയിരിക്കണം. ആരായിരിക്കും വരാൻ പോകുന്നത്? ജയ എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു മുന്നറിയിപ്പ് നൽകിയത്? ഹലോ, പറയാമേ. നീ ഈ വീട്ടിലേക്ക് വരുന്നതിനുള്ള സമയമായി. പാർവതി ഇവിടെ അതിരുവിട്ടുള്ള കളികൾ തുടങ്ങിക്കഴിഞ്ഞു. അവളിപ്പോ ഈ വീട്ടിലെ സർവാധികാരി ചമയുകയാ. കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങളും അവൾ ഏറ്റെടുത്തു കഴിഞ്ഞു. വല്ല വിധേനയും വിശാലിനെ സ്വാധീനിച്ച് ഇവിടുത്തെ സ്വത്തുക്കൾ എന്റെ പേരിലേക്ക് വാങ്ങാനായിട്ട് ഞാൻ ശ്രമിക്കുകയായിരുന്നു. എഴുതി തരാൻ വിശാലും തയ്യാറായിരുന്നു. പക്ഷേ അന്നേരം അവള് തടസ്സം ഉണ്ടാക്കി. അങ്ങനെ എന്റെ പ്ലാനുകൾ ഓരോന്നായിട്ട് അവള് തകർത്തുകൊണ്ടിരിക്കുക. വിനയ്, ഇനി നീ ഇവിടെ വരണം. നീ വന്നാ മാത്രമേ നമുക്ക് അവളെ കൂട്ടിക്കെട്ടാൻ സാധിക്കൂ. ഓഹോ, അങ്ങനെയാണോ അവിടുത്തെ കാര്യങ്ങൾ? അമ്മ വിഷമിക്കാതിരിക്കുക, ഞാൻ ഉടനെ തന്നെ വരും. പാർവതിയെ നമുക്ക് ഒതുക്കാമേ. അതമ്മ എനിക്ക് വിട്ടേക്ക്. എടാ, നീ വൈകാതെ തന്നെ വരണം. ഇന്നെങ്കിൽ ഇന്ന് നീ ഇവിടെ എത്തിയിരിക്കണം. പിന്നെ നിന്റെ ഈ വരവ് വളരെ സർപ്രൈസ് ആയിട്ടേ ഇവിടെ ഉള്ളവർക്ക് തോന്നാവൂ. നമ്മൾ തമ്മിൽ നടത്തുന്ന നിരന്തരം കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഇവിടെയുള്ള ആരും ഒരിക്കലും അറിയരുത്. എന്റെ പൊന്നമ്മേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എടാ, നീ വന്നിട്ട് വേണം സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കി പാർവതിയെ ഇവിടുന്ന് പടിയടച്ച് പിണ്ടം വെക്കാൻ. അമ്മേ, ഞാൻ ദാ എത്തിക്കഴിഞ്ഞു. അമ്മ ഫോൺ വെച്ചോ. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്.
കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈശ്വരാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്നെ അവഗണിച്ച് വിനയ് ജീവിച്ചിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ എന്റേത് മാത്രമായി. എന്തുകൊണ്ട് ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചില്ല എന്ന് വിനയ്ക്ക് നന്നായി അറിയായിരുന്നിട്ടും ഒരു മനസ്സാക്ഷി കുത്തം ഇല്ലാതെ അയാൾക്ക് എങ്ങനെ എന്നെ പഴിക്കാനാവുന്നു? ഇത്രയും നാള് വിനയ്ക്ക് വേണ്ടി കാത്തിരുന്നതാ ഞാൻ. എന്നിട്ട് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു വിധിയാണല്ലോ ഉണ്ടായത്. പിന്നെ എന്നെ ഡിവോഴ്സ് ചെയ്ത പിന്നെ എനിക്ക് എന്ത് ജീവിതം ഉണ്ടാവുക? എന്റെ ഈ ജീവിതം തന്നെ പാഴായി പോവില്ലേ? പാഴായി പോവും. എന്റെ ജീവിതം നശിക്കും. അങ്ങനെ ജീവിതം നശിച്ചിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താർത്ഥം? വേണ്ട, ഇനി എനിക്ക് ജീവിതം വേണ്ട. ഞാനൊരു ശല്യമായിട്ട് വിനയുടെ മുന്നിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. കതിരിൽ കൊണ്ടുപോയി വളം വെച്ചിട്ട് എന്താ കാര്യം? ഇപ്പോ വിനയെ ശകാരിച്ചിട്ടും തല്ലിയിട്ടും എന്തെങ്കിലും ഗുണമുണ്ടോ? പ്രഭാവതി, നീയാണ് വിനയനെ അനാവശ്യമായ സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തി വഷളാക്കിയത്. ഗോപിയൻ ഇത് എന്ത് വർത്തമാനായി പറയുന്നത്? ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്കായോ? വിനയനെ മാത്രമല്ല ഞാൻ വളർത്തിയത്. ദേ, ഈ നിൽക്കുന്ന വിശാലിനെ ഞാൻ തന്നെയാ വളർത്തിയത്. എന്നിട്ടെന്താ ഇവൻ വഴിതെറ്റിപ്പോയോ? ഇല്ലല്ലോ, ഇവൻ നല്ല അന്തസ്സായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. അപ്പോ വിനയ് വഴിതെറ്റിയെങ്കിൽ അത് എന്റെ വളർത്തു ദോഷമായിട്ട് കാണരുത്. വിനയ് ഈ വിധത്തിലായതും ഇപ്പൊ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നതും അത് അവന്റെ മാത്രം പ്രശ്നമാണ്. ഏതായാലും ഇത് കുറച്ച് മനുഷ്യത്വം ഇല്ലാത്ത പ്രവൃത്തിയായി പോയി. മഹാമോശമായി പോയി. ഒരു ഭാര്യ ഇവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമ്പോ ആ ആള് മറ്റൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വരുന്നത് അത്ര മര്യാദയൊന്നും അല്ല. വളരെ സങ്കടകരമായ കാര്യം. ഗാർഗിയുടെ മനസ്സിപ്പോ എന്തുമാത്രം ഉരുകുന്നുണ്ടായിരിക്കും. ഇതിപ്പോ പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. ഇതുപോലെ തന്നെ എത്ര എടുത്ത് നടക്കുന്നു. ഇതിപ്പോ വിനയ് അവന്റെ ലൈഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞ ഒരാളെ കൂട്ടിക്കൊണ്ട് വന്ന സ്ഥിതിക്ക് ഗാർഗി ഒന്നുകിൽ അത് അംഗീകരിച്ച് കൂടെ കഴിയണം, ഇല്ലെങ്കിൽ ഡിവോഴ്സും വാങ്ങിച്ച് അവൾ അവളുടെ വഴിക്ക് പോണം. സുശീലേ, അവിവേകം എഴുന്നള്ളിക്കല്ലേ. ഇപ്പൊ നീ ഈ പറഞ്ഞതാണോ ഇതിനുള്ള പരിഹാരം? ആണോ എന്ന്? നീ ഇമാതിരിയുള്ള വിവരക്കേട് എന്തെങ്കിലും ഇനി ഇവിടെ മിണ്ടിയാൽ നമ്മുടെ ഗാർഗി നിന്നെ പോലൊരു പെണ്ണാടി അവള്. നീ എന്താ അതൊക്കെ ചിന്തിക്കാത്തത്? ദേ, നമ്മൾ ചിന്തിക്കേണ്ടത് ഗാർഗിയുടെ ഭാഗത്ത് നിന്നാണ്, അതല്ലാതെ മര്യാദകേട് കാണിച്ച വിനയന്റെ ഭാഗത്ത് നിന്നല്ല. അതെ, അത് തന്നെയാ വേണ്ടത്. എന്താ പ്രഭാവതി, ഞാൻ പറഞ്ഞതല്ലേ ശരി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ, നീ ആരുടെ ഫോൺ ചെയ്യും. എവിടെ ഉണ്ടെങ്കിലും ഇതാ ഇപ്പൊ വീട്ടിൽ എത്തണമെന്ന് പറയണം. ശരി അച്ഛാ. എന്തായാലും കരുതിയത് മറ്റുള്ളവരൊക്കെ മണ്ടന്മാരാണ്. ഇതങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. ഇന്ന് രണ്ടിലൊന്ന് നടക്കും.
അരുൺ അവിടെ നിൽക്ക്. അരുൺ എന്ത് ഭാവിച്ച കുടുംബത്തെയൊക്കെ നാണം കെടുത്തി നീ അടങ്ങും അല്ലേ? ഐശ്വര്യ ഇവിടെ വാ. ഇവളെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അരുണിനോടാ ഞാൻ ചോദിക്കുന്നത്. നീ താലി കെട്ടി കൊണ്ടുവന്ന ഐശ്വര്യം ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അച്ഛൻ ചോദിച്ചതുകൊണ്ട് ഞാനതിന് മറുപടി പറയുന്നില്ല. ഇല്ലെങ്കിൽ പഠിക്കണ്ട പറയടാ. ഇതുപോലെ മനുഷ്യരെ ശല്യം ചെയ്ത് നടക്കുന്നവരെ വെട്ടി നുറുക്കി കടലിലൊഴുക്കണം. വിഷം കൊടുത്ത് ശ്യാമയും കുഞ്ഞിനെയും കൊല്ലാൻ ഒരുങ്ങിയ അന്ന് തന്നെ അത് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് ഇതുപോലെ സംസ്കാരമില്ലാത്ത ഒരുത്തിയെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാ അന്ന് ഞാൻ അത് ചെയ്യാത്തത്. എനിക്കിപ്പോ ഞാൻ സ്നേഹിച്ച, ഞാൻ ഇഷ്ടത്തോടെ താലി ചാർത്തിയ, എന്റെ കുഞ്ഞിന് ജന്മം നൽകിയ, ഞാൻ സ്നേഹിക്കുന്ന ഒരു ഭാര്യയുണ്ട്. എന്റെ മോൾക്കിനി അവളുടെ അച്ഛനെ വേണം. ആ സ്നേഹവും സംരക്ഷണവും വേണം. അല്ലാതെ ഇതുപോലൊരു അഹങ്കാരിയെ കൊന്നിട്ട് ജയിലിൽ പോയി അവസാനിപ്പിക്കാനുള്ള അല്ല എന്റെ ജീവിതം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അരുൺ ഞാൻ ഇല്ല ചാ, നിങ്ങളെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുക. ഞാനിവിടെ ഇറങ്ങാം. എല്ലാറ്റിനും എല്ലാവരോടും മാ. അരുൺ മോനെ. അരുൺ അമ്മേ, ഞാൻ ഇറങ്ങാം. മോനെ എന്താണ്? ഇല്ല ഏട്ടാ, ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. മോനെ നിക്ക്. അരുണേട്ടാ ചെന്ന് വിളിക്കണം അവനെ. മോനെ മോനെ അരുണേട്ടാ, അരുൺ അരുണേട്ടാ അരുണേട്ടാ ഈ വീട്ടിൽ നിന്ന് പോവല്ലേ? നിങ്ങളാരും പേടിക്കണ്ട. എന്തായാലും അബിയുടെ അടുത്തേക്കല്ല. അരുണേട്ടാ എന്നെ ഇവിടുന്ന് പോവരുത്. പ്ലീസ് ഏട്ടാ പോവരുത്. പ്ലീസ് പോരുത്. ഏട്ടാ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാനും അഖിൽ സാർ ഇവിടേക്ക് തിരിച്ചു വന്നത് നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാനാ. എന്റെ കുഞ്ഞിനെ ഐശ്വര്യടുത്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ഇഷ്യുവാ ഇതിനെല്ലാം കാരണം. പക്ഷെ ഏട്ടൻ പോയോ? ഏട്ടൻ പോയി ഈ നിമിഷം ഞാൻ അഖിൽ സാർ ഇവിടെ നിന്ന് ഇറങ്ങും. അത് ഉറപ്പാ. അതെ ശ്യാമ, ഞാൻ പോയി എന്ന് കരുതി ശ്യാമയ്ക്കും അഖിക്കും ഈ വീട്ടിൽ നിന്നൂടെ? അത് വേണ്ട. ഞങ്ങളുടെ കുഞ്ഞ് ജനിക്കുന്നത് അഖിൽ സാറും അരുണേട്ടനും ആദ്യേട്ടനും നമ്മൾ എല്ലാവരും സ്നേഹത്തോടെ കഴിയുന്ന ഈ കുടുംബത്തിലാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ശ്യാമ, എനിക്കറിയാം. പക്ഷേ ഐശ്വര്യയുടെ പ്രകടനം ശ്യാമയും കണ്ടതല്ലേ? എന്നെ നാണം കെടുത്തി കളഞ്ഞില്ലേ അവള്? ശരി, എല്ലാം മറന്ന് ഇവിടെ നിൽക്കാന്ന് കരുതിയാ എനിക്കൊരു നിമിഷ സമാധാനം തരുമോ അവള്? ഇല്ലല്ലോ. ഏട്ടാ ഏട്ടൻ പറയുന്ന എല്ലാം ശരിയാണ്. പക്ഷെ
പക്ഷെ നമ്മളെല്ലാവരും ഒന്നിച്ച് കഴിയുന്നത് കാണാനാ എത്ര സുഖമില്ലെങ്കിലും ഞാൻ അശ്വതീശ്വരെ വീട്ടിലേക്ക് ഓടിയെത്തിയത്. ഏട്ടൻ അത് മറക്കരുത്. ഏട്ടാ, ഇത് ഏട്ടനോട് ഒരു അനുജത്തി പറയാണെന്ന് കരുതിയാ മതി. പോരുത്. സ്വന്തം അനുജത്തിയായിട്ടാ അരുണേൻ എന്നെ കാണുന്നതെന്ന് എന്റെ വിശ്വാസം. അപ്പോ അനുജത്തി പറഞ്ഞ അരുണേട്ടൻ കേക്കില്ലേ? ഇല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മൈതിരിക്കുട്ടി ഒരു ക്ഷീണം പോലെ? ഏയ്, ഒന്നുമില്ല. ദേ, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കാനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. എന്റെ അടുത്തേക്ക് ജോലിക്ക് വരുന്നതിനെ കുറിച്ച് ആലോചിച്ചു. അല്ല, എന്തേലും തീരുമാനം എടുത്തോ? ഇത് പിടിക്കേ. എന്താ ഇത്? ആദ്യം ഇത് പിടിക്ക്. ഇതെന്താണെന്നറിയോ? ഇല്ല. ഒരു മാസത്തെ സാലറി അഡ്വാൻസ്. അയ്യോ, അതിന് ഒന്നും പറയണ്ട. തന്നത് തിരിച്ചു തരാൻ ശ്രമിക്കുകയേ വേണ്ട. ഞാൻ ഈ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടില്ലെങ്കിലും എനിക്കറിയാം മനുഷ്യന്റെ ആവശ്യങ്ങളെ കുറിച്ചൊക്കെ. ഇതിരിക്കട്ടെ. അല്ല, ഇതാരാ? സ്വാമിനാഥൻ സാറ്? അല്ല, സാറെപ്പോഴാ വന്നേ? എന്താ അനിയായത്? ഒരു പെൺകുട്ടിയെ തനിച്ചാക്കിയിട്ട് അനിയനിത് എവിടെ പോയതാ? അയ്യോ സാറേ, ഞാൻ 1-2 സാധനങ്ങൾ വാങ്ങാൻ കട വരെ പോയതാ. അല്ല, എന്തു പറ്റി? ഇവിടെ എന്തെങ്കിലും വിഷയമുണ്ടായോ? ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. ഞാൻ അനിയനെ തിരക്കി ഇവിടെ വന്നപ്പോ അനിയൻ ഇവിടെ ഇല്ല. പിന്നെ പണത്തിന് ആവശ്യമുള്ളതല്ലേ? ഞാൻ ഒരു മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുക. ഞാൻ പോയിട്ട് വരാം. വൈശാഖേ, ഞാൻ അയാളുടെ കൂടെ ജോലിക്ക് പോവാനൊന്നും സമ്മതിച്ചിട്ടില്ല. അതിനു മുമ്പേ ഈ ശമ്പളത്തിന്റെ അഡ്വാൻസ് എന്നെ അടിച്ചേൽപ്പിച്ചത് എന്തിനാ? എടീ, അതാണ്ടി അങ്ങേരുടെ ഒരു സന്മനസ്. നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അദ്ദേഹം കരുതിയെങ്കിൽ അതിലൊരു തെറ്റുമില്ല. സന്മനസ്. അയാളുടെ ആ നോട്ടം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. എടീ, ഇതൊക്കെ നിന്റെ വെറും തോന്നലാ. നീ വന്നേ, നമുക്കേ ഭക്ഷണം കഴിക്കാം. വാ. അയാളുടെ മനസ്സിൽ എന്തോ ഉണ്ട്. അതുകൊണ്ടാ വൈശാഖില്ലാത്ത സമയം നോക്കി അയാൾ ഇങ്ങോട്ട് വരുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോനെ ജയരാമേ, കാര്യങ്ങൾ നിന്നോട് ജഗദീഷ് പറഞ്ഞു കാണുമല്ലോ? പറഞ്ഞച്ചാ.
എന്നാൽ നറുക്കെടുപ്പിൽ പങ്കെടുക്ക്. ജഗദീഷേ, ആ ദാ എന്താ ഇത്? ജയറാം, ചെമ്പകമംഗലത്തെ കുടുംബത്തിലുള്ളവരാ ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കേണ്ടതും പൂജ ചെയ്യേണ്ടതും, അല്ലാതെ കണ്ട ജയിൽ പുള്ളികളല്ല. രാജലക്ഷ്മി, മറ്റുള്ളവരുടെ ഹൃദയത്തെ തകർക്കുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്. അത് വല്ലാത്ത ക്രൂരതയാണ്. ക്രൂരത കാണിച്ചത് ആരാണെന്ന് അവരവരുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കട്ടെ. ജയരാമനെ തറവാട്ടിലെ മൂത്ത മകനാണ്. അവൻ എന്റെ മകനല്ല. ഇവരെന്റെ പ്രിയപ്പെട്ട മകനാണെന്നും അവനെ നീ പ്രസവിച്ചതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇവനെ ഞാൻ ഈ ജന്മം അംഗീകരിക്കില്ല. എങ്കിൽ എന്റെ ഈ മകന് വേണ്ടി എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടി വരും. ഇതൊരു താക്കീതോ വെല്ലുവിളിയൊന്നുമല്ല. ഇത് ചങ്കുപിടിഞ്ഞു നിൽക്കുന്ന ഒരു പിതാവിന്റെ ധർമ്മസങ്കടമാണ്. നേരിപ്പടയുന്ന വേദനയാണ്. ഞാൻ എവിടെയെങ്കിലും പോയി തൂങ്ങി മരിച്ചോളാമേ. അങ്ങനെയെങ്കിലും അമ്മയ്ക്ക് എന്നോടുള്ള പ്രതികാരം അടങ്ങട്ടെ. മോനെ, ഏട്ടാ, ഇത്തിരി കൂടുതലാമേ. കഷ്ടം. നമുക്ക് നറുക്കെടുപ്പ് ആരംഭിക്കാം. ഇനി ആരെങ്കിലും പേരെഴുതിയിടാനുണ്ടോ? ഞാൻ എഴുതിയിട്ടില്ല. എങ്കിൽ പിന്നെ പെട്ടെന്നാവട്ടെ. അമ്മായി, ഓ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.